ഡൊണാൾഡ് കെല്ലി. കുറച്ച് കല്ലുകളെടുത്ത് പറമ്പിൽ വെട്ടി വൃത്തിയാക്കിയ കുറച്ച് സ്ഥലത്തിന് ചുറ്റും പാറകളെടുത്ത് അടുക്കി വെച്ചുകൊണ്ട് ആകാശത്തിലൂടെ പോകുന്ന ജെറ്റ് വിമാനം നോക്കി അങ്ങനെ നിൽക്കുന്നു. തൻ്റെ ഇനിയുള്ള ജീവിതം പോലെ ഒരെത്തും പിടിയുമില്ലാത്ത വാനം. ക്ലാരയ്ക്കായും ക്ലാരയുടെ ഓർമ്മകളിലും ഓമനപ്പെട്ടി ഡ്യൂക്കും ഇരിപ്പുണ്ട്. എല്ലൻ്റെ നെറ്റിയിലെ മുറിവ് വെച്ച് കെട്ടുകയാണ് മാഗി. എല്ലൻ തൻ്റെ ഭർത്താവ് വില്യമുമൊത്തുള്ള ഒരു നല്ല ജീവിതത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലേറിയയും മുറിയിലുണ്ട്. അവർ കുട്ടികളെ തേടി പോയിട്ടില്ല. അതിനായി ഒരുങ്ങുമ്പോഴായിരുന്നില്ലേ എല്ലൻ ഓൾസൺ സംഭവങ്ങളെല്ലാം നടന്നത്. വലിയ മാറ്റമൊന്നും എല്ലനിൽ പ്രകടമല്ലെങ്കിൽ കൂടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകളാൽ എവിടെ കുട്ടികൾ, എനിക്ക് അവരെ കണ്ടോളാൻ വയ്യ എന്ന് പറയുന്നു. എന്നിട്ട് താനൊരാളെ കൊന്നു എന്ന എല്ലൻ്റെ കുറ്റബോധസ്വരം കേട്ട് അതിലൊരു കുഴപ്പവും വിചാരിക്കേണ്ട, അത് അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ വെപ്രാളത്തിൽ വന്ന അഡ്രിനാലിൻ റഷ് മൂലം വിറയലൊക്കെ കുറച്ചു നേരത്തേക്കാണെങ്കിലും നിന്നല്ലോ എന്ന് മാഗി ആശ്വസിപ്പിച്ചിരുത്തുമ്പോൾ വലേറിയ ഡൊണാൾഡുമൊത്ത് കുട്ടികളെ തിരയാനെന്നും പറഞ്ഞ് പോകുന്നു. ഒറ്റയ്ക്കുള്ള ഈ തക്കം നോക്കി എല്ലനുള്ളിലെ ആ വിസിറ്റർ അവിടെ ഇരുന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അടുക്കി മടക്കുന്ന മാഗിയിലേക്ക് കടക്കാനൊരു ശ്രമം നടത്തുമെങ്കിലും ഉടൻ വലേറിയ തിരിച്ചു വന്ന് കുട്ടികൾ തിരിച്ചെത്തിയെന്ന് അറിയിക്കുന്നു. അവരിരുവരും ദ്രുതഗതിയിൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കത്തി, ഒരു സിറിഞ്ച്, ഒരു സബ്സ്റ്റൻസ്, ഇത് മൂന്നും കട്ടിലിൽ നിരത്തി വെച്ച് നോക്കുന്ന എല്ലൻ. കുറച്ച് ആശ്വാസകരമായ കാഴ്ച. ചിതറിക്കിടക്കുന്നവരെല്ലാം ഒന്നിച്ചിരിക്കുന്നു. ബോധമറ്റ മഗ്നാബിനെ കുതിരപ്പുറത്ത് കിടത്തിക്കൊണ്ടുവരികയാണ് കാട്ടിലേക്ക് രക്ഷ തേടിപ്പോയ 2 സംഘങ്ങൾ. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത നിക്കോളാസ് മഗ്നാബിനെ കുത്താൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലെന്നും സ്വയരക്ഷയ്ക്ക് വെച്ചതാണ് ആ കത്തിയെന്നും തൊഴുത്തിൽ നിന്നും ചോരക്കര കഴുകിക്കൊണ്ട് വലേറിയോട് പറയുന്നത് കേട്ട് തിരിച്ച് സമാധാനിപ്പിക്കുമ്പോൾ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്നു. അവിടെ നിൽക്കുന്ന റൂബനോടും കൂടിയായി. ആൾലോയ്ക്കുള്ളിലെ ഹാർബിഞ്ചർ തങ്ങളെ കൊണ്ടൊരു സ്ഥലത്തെത്തിച്ചതും ശേഷം അവിടെയുള്ള മഴവില്ല് പോലുള്ളൊരു ദ്രാവകം കുപ്പിയിലാക്കി. അത് കുടിച്ചാൽ വര മറികടക്കാമെന്ന് പറഞ്ഞതുമായി വരുമ്പോൾ വരയ്ക്കപ്പുറത്ത് കാറുമായി നിൽക്കുന്ന മഗ്നാബ് ഇത് കണ്ട് ഓടി വന്ന് പിടിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അത് തറയിൽ വീണു, പൊട്ടി. അതാണെങ്കിൽ കുറച്ച് ആ പൊട്ടിയ കുപ്പിയുടെ വക്കിലുണ്ടെന്നും തോന്നുന്നു. ഇത്രയും കേട്ട് നിന്ന് റോബൻ നിക്കോളസിനോട് എന്നെ മഗ്നാബിൻ്റെ കാറിനടുക്കിലേക്ക് എത്തിക്കുക. മാഗി മഗ്നാബിനെ ക്ലിനിക്കിൽ കിടത്തി കുത്തിവയ്ക്കാനും മറ്റുമുള്ള മരുന്നുകളൊക്കെ എടുക്കാൻ പറയുകയാണ് മെറിലിനോട്. അവിടെ തന്നെ നോക്കി നിൽക്കുന്ന ആർലോയെ കണ്ട് കുറച്ച് മാറ്റി നിർത്താൻ പറയുന്നത് കേട്ട് ജെയിംസ് മാറ്റി നിർത്തി നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണ്, പക്ഷേ ഹാർബിഞ്ചറിന് മമ്മിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. ഹാർബിഞ്ചറോ? അതെ, ഹാർബിഞ്ചർ പറയുന്നത് മഗ്നാബ് നല്ലതാണെന്നാണ്. അസാസിൻ, അതാണ് ചീത്ത. ഹാർബിഞ്ചറും അസാസിനും പിടികിട്ടി, കൊള്ളാം. നൊവോറസിനെ പറ്റി മാഗി തിരക്കുമ്പോൾ രക്ഷയില്ലെന്ന് തലയാട്ടുന്നത് കണ്ട് നിങ്ങളുടെ അമ്മ ഒന്ന് പോയി നോക്കാൻ പറയുന്നു. എന്തു പറ്റിയെന്ന് തിരക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഡൊണാൾഡിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് മാഗി മെറിലിന്റെ സഹായത്തോടെ ചികിത്സ തുടരുമ്പോൾ ഡൊണാൾഡ് നേരെ ജെയിംസിനെ കച്ചിപ്പുരയിലെ ജീവനറ്റ് കിടക്കുന്ന ഓൾസന്റെ ശരീരത്തിന് മുൻപിൽ കൊണ്ടുവരുന്നു. ജെയിംസ്, അപ്പോൾ നീ പറയുന്നത് ഇയാൾ മരിച്ചെങ്കിലും നമ്മൾ അപകടത്തിൽ തന്നെയാണെന്നാണോ? യാ, ആ ചെക്കൻ ട്രാവിസ് അങ്ങനെയാണ് പറഞ്ഞത്. മറ്റേ വിസിറ്റർ അസാസിൻ അത് വേറെ ആരുടെ ശരീരത്ത് കയറിയിട്ടുണ്ട്. ദൈവമേ. ഡൊണാൾഡ് താൻ ഇപ്പോഴാണ് അവിടെ വന്നിട്ടുള്ളതെന്നും അതിനു മുമ്പ് വലേറിയ വന്നിരുന്നെന്നും പറയുമ്പോൾ ജെയിംസ് ഒന്ന് നിർത്താൻ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളൊന്നും നേരിൽ കണ്ടിട്ടേയില്ലേ എന്ന് ചോദിക്കുന്നു. എല്ലൻ പറഞ്ഞത് അയാൾ കെട്ടഴിച്ച് തന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ വെടിവെക്കുകയായിരുന്നുവെന്നാണ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. അയാൾ ഇരുന്ന തൂണിനോട് ചേർന്ന് തന്നെ വെടിവെച്ചിട്ടതുപോലെയാണുള്ളത്. ഇത് കേട്ട് വല്ലാതാവുന്ന ജെയിംസ് നിങ്ങൾ മാഗി ഇക്കാര്യം ധരിപ്പിക്കാനും താൻ പോയി അമ്മയെ കാണട്ടെ എന്നും പറയുന്നു. നിക്കോളാസ് റൂബനെയും വലേറിയയും കുട്ടി കാട്ടുവഴിയിലൂടെ നടന്ന് മഗ്നാബിൻ്റെ കാറിനടുത്തേക്ക് നീങ്ങുകയാണ്. വ്യക്തമാക്കുന്നില്ലെങ്കിൽ കൂടി വലിയ എന്തോ വിപത്ത് പുറത്തു പതിയിരിക്കുന്നുണ്ടെന്നും നൊവോറിസിൽ ചെന്ന് നോക്കിയപ്പോൾ ആരും തന്നെ ജീവനോടെ ഇല്ലെന്നും റൂബൻ പറയുമ്പോൾ വലേറിയ അപ്പോൾ ജെയിംസിന് എന്താണെന്ന് ചോദിക്കുന്നത് കേട്ട് ഹാലിളകുന്ന റൂബൻ എന്ത് ജെയിംസിന് എന്താണെന്ന്? അല്ല, എല്ലാവരും മരിച്ചെന്നല്ലേ പറഞ്ഞേ, പക്ഷേ അയാളുടെ മുഖത്ത് പാടുകളുണ്ടായിരുന്നല്ലോ. അതെ, അത് ഞാൻ ചെയ്തതാണ്. ജെയിംസുമൊത്തുള്ള റിലേഷൻ തൻ്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നെന്ന് മനസ്സിലാക്കി ആ ബന്ധം ഉപേക്ഷിച്ചെന്നും ഒന്നും മനഃപൂർവ്വമല്ല പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് വിങ്ങുമ്പോൾ ഇത് കേട്ട് ദേഷ്യം കടിച്ചമർത്തി റൂബൻ പൊട്ടിത്തെറിക്കുമ്പോൾ അകലെ നിന്ന് നിക്കോളസിന്റെ വിളി വരുന്നത് കേട്ട് കണ്ണു തുടച്ച് അങ്ങോട്ടേക്ക് നീങ്ങുന്നു. ചുരുക്കം പറഞ്ഞാൽ വർഷങ്ങളോളം രഹസ്യമാക്കി വെച്ചിരുന്ന അവിഹിതം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, ഡൊണാൾഡും കുട്ടികളും ഒഴികെ. അവിഹിതമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ, എപ്പോഴായാലും ഒരു പിടി അത് വീഴുക തന്നെ ചെയ്യും. അതെ, നിക്കോളാസ് പറഞ്ഞ പോലെ കുറച്ചതിൽ ബാക്കിയുണ്ട്. മകനെ മാറ്റി നിർത്തി റൂബൻ വന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ് ആശ്ചര്യത്തോടെ, അത് വശീകരിക്കുന്നത് പോലെ. വലേറിയ ഒരു കുപ്പിയെടുത്ത് നീട്ടുമ്പോൾ ഉടൻ നിക്കോളാസ് അങ്ങോട്ടേക്ക് നോക്കാൻ പറയുന്നു. ഒരു കാട്ടുചെന്നായ ചീറിക്കൊണ്ട് നിൽക്കുന്നു. മൂവരും മെല്ലെ പിറകിലേക്ക് മാറി നിക്കോളാസിനോട് അതിനെ വെടിവെക്കാൻ പറയുന്നത് കേട്ട് പരിങ്ങി നിൽക്കുമ്പോൾ അത് വന്ന് ആ കുപ്പിയിലെ ദ്രാവകം നക്കി കുടിക്കുന്നു. ഇത് കണ്ട് പെട്ടെന്ന് വെടിവെക്കാൻ റൂബൻ ചാടുന്നത് കേട്ട് നിക്കോളാസ് വെടിയുതിർക്കുമ്പോൾ ഉണ്ട കൊണ്ടില്ലേലും ആ ശബ്ദം കേട്ട് ഓടുന്നു. ആ വരയും മറികടന്നുകൊണ്ട് സേഫായി. ദ്രാവകത്തെപ്പറ്റി പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് തിരിച്ചറിയുന്നു. കാറിന് ഇത്ര അടുത്തെത്തിയിട്ടും അതിനുള്ളിൽ കയറി നോക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയിൽ റൂബൻ നിൽക്കുമ്പോൾ നിക്കോളാസ് അവിടെ ഒരു കൊച്ചു ഡയറി കിടക്കുന്നത് കാണുന്നു. നേരത്തെ നടന്ന പിടിവലിയിൽ മഗ്നാബിൻ്റെ ജാക്കറ്റിൽ നിന്നും വഴുതിപ്പോയ ഡയറി. അതെടുത്ത് തുറന്നു നോക്കുന്നു.
ഗ്യാസ് മാസ്കിനെ പറ്റിയുള്ള വിവരണവും മറിക്കുമ്പോൾ ഉൽക്കകളിൽ ഭൂമിയിലെത്തുന്ന സന്ദേശവാഹകരെന്ന തലക്കെട്ടിൽ ഒരു പേപ്പർ ക്ലിപ്പിങ്ങും. ആർലോ നിശ്ചലനായി ഒരു എക്സ്പ്രഷനുമില്ലാതെ മക്നാബിനെ പരിചരിക്കുന്നത് നോക്കിയിരിപ്പാണ്. അവരെ നോക്കി മാഗി ഇപ്പോൾ ഹാർബിഞ്ചർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്ന് സൗഹൃദപരമായി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബോധോദയം വന്ന പോലെ നോക്കി ഇല്ലെന്ന് പറയുന്നു. മെറിൽ തന്നോട് ഹാർബിഞ്ചർ ഒരു ദൗത്യത്തിലാണെന്ന് പറഞ്ഞതായി പറഞ്ഞു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആർലോ വെളിവാക്കുകയാണ്. ഹാർബിഞ്ചറിന്റെ ദൗത്യം എന്നത് ഒരു മെഷീൻ കണ്ടുപിടിക്കുക, അതാണ്. മക്നാബ് പതിയെ ഉണരുന്നു. ആർലോ വിശദീകരിക്കുന്നു. ആ മെഷീൻ്റെ അടുക്കലേക്ക് എത്തിയാൽ എല്ലാം ശാന്തമാവും. അവരാരും പിന്നെ ഉണരില്ല. ആര്? മറ്റുള്ള അസാസിൻസ്. പലരുടെയും ഉള്ളിൽ പതുങ്ങിയിരിപ്പുള്ള കൊലയാളികൾ. മെഷീൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഞാനാണ് അതിൻ്റെ ഓൺ സ്വിച്ച്. അത് ഓണാക്കുമ്പോൾ നമ്മൾ തയ്യാറാവണം. എന്തിനു തയ്യാറാവാൻ? കടന്നാക്രമണം. പെട്ടെന്ന് പിറകിൽ നിന്ന് മക്നാബ് മറുപടി കൊടുക്കുന്നു, തോക്കും ചൂണ്ടിക്കൊണ്ട്. ഇത് പുറത്ത് ജനലിലൂടെ കാണുന്ന കെല്ലി ഓടി ഒരു ബാഗിൽ നിന്ന് എന്തൊക്കെയോ ധൃതിയിൽ അരിച്ചു പെറുക്കുമ്പോൾ ചുറ്റുമെല്ലാം നോക്കി അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് വന്ന് ജെയിംസ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് വെപ്രാളപ്പെടുന്നു. ഉണരാൻ വേണ്ടി കാത്തിരിക്കുന്ന 100ഓളം അസാസിൻസ് ഉണ്ടെന്നും നിങ്ങളുടെ മകനുള്ള വിസിറ്ററാണ് അതുങ്ങളുടെ കടന്നുകയറ്റത്തെ അതിജീവിക്കാനുള്ള ഏക വഴിയെന്നും അതിനവൻ എന്റെ കൂടെ വന്നേ തീരുവെന്നും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുമ്പോൾ ജെയിംസ് പാഞ്ഞെത്തി തോക്ക് തരാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വിസിറ്റേഴ്സിനെ കുറിച്ച് തനിക്കും അറിയാമെന്നും ട്രാവിസ് തന്നോട് പറഞ്ഞതായും നിർഭാഗ്യവശാൽ ട്രാവിസും ഓൾസനും മരണപ്പെട്ടിരിക്കുന്നുവെന്നും പറയുന്നത് കേട്ട് നിസ്സഹായതയുടെ മക്നാബ് അതാണ് അവർ ചെയ്യുന്നത്, നശിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, അത് നിർത്തില്ലെന്ന് പറഞ്ഞ് മാഗിയുടെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ആളെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് മാഗി ഉറച്ചു നിൽക്കുന്നു. ഇവിടെ ഒരു കൊലയാളി ഉണ്ട്, അത് നിങ്ങളിൽ ആര് വേണമെങ്കിലും ആവാം, അത് നിങ്ങളുടെ മകന്റെ പിറകെയാണ്. ശരി, എന്നാൽ ആർലോയിൽ നിന്ന് ആ വിസിറ്ററെ തന്നിലാക്കി കൊണ്ടുപോയിക്കൂടെ എന്ന് ജെയിംസിന്റെ ചോദ്യം കേട്ട് ആരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ലെന്ന് മാഗി തടയുന്നത് കേട്ട് മക്നാബ് നിർത്തുമെന്ന് പറഞ്ഞ് തിരിയുന്നതും ഡൊണാൾഡ് ഓടിയെടുക്കുന്നത് കണ്ട് വെടിവെച്ചിടുന്നു. ജെയിംസ് ചാടി വീണ് തോക്ക് തട്ടി മാറ്റുമ്പോൾ മക്നാബ് തെള്ളിമാറ്റി പുറത്തേക്ക് ഓടുന്നു. മാഗി ഭയന്നു വിറച്ച് കെല്ലിയുടെ മുറിവ് നോക്കുമ്പോളാകട്ടെ ഉള്ളിൽ ബുള്ളറ്റ് പ്രൂഫ് ഉണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ബാഗിൽ നിന്ന് തെരഞ്ഞത് ബുള്ളറ്റ് പ്രൂഫായിരുന്നു. ജെയിംസ് തിരിച്ചു വന്നിട്ട് അയാൾ പോയി. നേരം ഇരുട്ടിയിരിക്കുന്നു. വെട്ടവും വെളിച്ചവും കയ്യിലുള്ള ടോർച്ചിലും ലാൻഡേണിലും മാത്രം, ചത്തുകിടക്കുന്ന വണ്ടികളും. പുറത്തു നിൽക്കുന്ന മാഗിക്കും കുട്ടികളോടുമായി ജെയിംസ് പുറത്തു വന്ന് വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവരെ ഉള്ളിലേക്ക് കയറ്റി കഥ കടക്കാൻ പറയുകയാണ്. കെല്ലി കാവലായി പുറത്തു നിൽപ്പുണ്ട്. മെറിൽ വന്നിട്ട് ജെയിംസിനോട് മക്നാബ് പുറത്തെവിടെ ഉണ്ടെന്നും എവിടേക്കും പോകണ്ടെന്നും പറയുമ്പോൾ നിങ്ങളുടെ മുത്തശ്ശി എവിടെയെന്ന് കണ്ടുപിടിക്കണമെന്ന് ജെയിംസിന്റെ വാക്കുകൾ കേട്ട് ആർലോ ഹാർബിഞ്ചർ എന്ന പോലെ ഗ്രാൻഡ്മ അസാസിനാണോ എന്ന് സംശയിക്കുന്ന മെറിലിനോട് അതേ എന്ന് പറയുന്നു. നമ്മളെ ഉപദ്രവിക്കുമോ? അതെ, പക്ഷേ മെറിൽ നോക്ക്, എല്ലാം ശരിയാവും. മൂവരും വീട്ടിനുള്ളിൽ കയറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വയ്യാത്ത കെല്ലിയുമായി പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം. ഓടിച്ചെന്ന് ടോർച്ചടിച്ച് നോക്കുമ്പോൾ അത് ഷാൻലി കുടുംബമാണ്. നിങ്ങളിത് എവിടെയായിരുന്നു? പുറത്തേക്ക് കിടക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കിയിറങ്ങിയതാണ്. നിങ്ങളെന്തിനുള്ള പുറപ്പാടോ? മക്നാബ് ഓടിപ്പോയതായി പറയുമ്പോൾ അയാൾക്കൊട്ടും വയ്യാതിരുന്നതല്ലേ എന്ന റൂബന്റെ ചോദ്യം കേട്ട് തൻ്റെ അമ്മയും കാണാനില്ലെന്ന് ജെയിംസ്. എന്താ ഉണ്ടായത്? എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇതേ സമയം മുറിക്കുള്ളിൽ ആർലോയെ ഇരുത്തി ഹാർബിഞ്ചറോട് അഭ്യർത്ഥിക്കാൻ പറയുകയാണ് മാഗി, തന്നിലേക്ക് വന്ന ആർലോയെ മുക്തനാക്കാൻ. എന്നാൽ ഹാർബിഞ്ചർ തൻ്റെ ഉള്ളിലാണെങ്കിൽ സംരക്ഷിക്കാൻ അമ്മയ്ക്കും മെറിലിനും അച്ഛനും എല്ലാവർക്കും കഴിയും. പക്ഷെ അമ്മയിലേക്ക് എത്തിയാൽ എനിക്ക് സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് വിസമ്മതിക്കുമ്പോൾ പെട്ടെന്ന് കഥയിൽ ആരോ മുട്ടുന്നു. നിക്കോളാസ് എന്ന് പറയുന്നത് കേട്ട് തുറക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണെന്നും എല്ലനിൽ അസാസിൻ കയറി പറ്റിയ കാര്യം സത്യമാണോ എന്നും തിരക്കുന്നു. അതെ, എല്ലൻ അസാസിന്റെ അവസാന സോഴ്സായാലും മതിയായിരുന്നുവെന്ന് നിക്കോളാസിന്റെ സംസാരം കേട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് മെറിൽ പരിതപിക്കുന്നു. ഉടൻ നിക്കോളാസ് ചിലപ്പോൾ കഴിഞ്ഞേക്കുമെന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ മക്നാബിന്റെ ഡയറി കാട്ടുന്നു. റൂബൻ ഒരു ടോർച്ചുമായി വേഗത്തിൽ നടന്ന് കാർ ഷെഡിലേക്ക് നീങ്ങുകയാണ്. പതിയെ പോകുമെന്ന് പറഞ്ഞ് പിന്നാലെ വലേറിയയും തനിക്കൊറ്റയ്ക്ക് ആവേണ്ടെന്നും കൂട്ടിച്ചേർത്തുകൊണ്ട്. റൂബനത് വകവയ്ക്കാതെ കാർ ഷെഡിനടുക്കലേക്ക് എത്തി പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് ശ്രദ്ധയോടെ മെല്ലെ കയറുന്നു. എല്ലാത്തിനും ഉത്തരമുണ്ട്, പക്ഷെ എല്ലാം കൺഫ്യൂസിംഗ് ആണെന്ന് പറഞ്ഞ് നിക്കോളാസും മെറിലും ഡയറി മറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് താഴെ ഒരു ശബ്ദം. മാഗി ആരും ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് പതിയെ കതക് തുറന്ന് ടോർച്ചുമായി താഴേക്ക് നടന്നു നീങ്ങുമ്പോൾ റൂബൻ അകത്ത് പരതിക്കൊണ്ടിരിക്കുകയാണ്. വലേറിയെ പുറത്ത് ഇരുട്ടത്തൊറ്റയ്ക്ക് നിർത്തി. പിന്നിൽ ദൂരേതാ എല്ലൻ പയ്യെ പമ്മി പതുങ്ങി ഷെഡിനടുക്കലേക്ക് അടുക്കുന്നു. ജെയിംസ് തോക്കിൽ ലൈറ്റ് ഘടിപ്പിച്ച് ക്ലിനിക്കിൽ ഒന്നുകൂടി തിരയുന്നു. മുറിക്കുള്ളിൽ അവിടെ ഒരു തട്ടുമുട്ടലും. പേടിച്ചു ചെന്ന് പതിയെ വാതിൽ തുറക്കുമ്പോൾ ചാടി വീഴുന്നു. അത് കെല്ലിയുടെ പട്ടിയാണ്. അവന് തമാശ കളിക്കാൻ കണ്ട സമയം. കെല്ലിയാകട്ടെ കച്ചിപ്പുരയിൽ ശവത്തിന് ചുറ്റും തോക്കിൽ ലൈറ്റ് ഘടിപ്പിച്ച് നോക്കുന്നു. ഉടൻ പുറത്ത് കുതിരയുടെ ഒച്ച കേൾക്കുന്ന പാടെ അവിടേക്കെത്തി മെല്ലെ കാൽ ചുവട് വയ്ക്കുമ്പോൾ പെട്ടെന്നതാ എല്ലൻ കൈ വിറയ്ക്കുന്നു. അപ്പോൾ അസാസിൻ അവരിൽ നിന്നും പോയിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങോട്ട് കയറി? മക്നാബിലേക്കോ? അതോ കാർ ഷെഡിൽ നിന്ന് ഷാൻഡീസിലേക്കോ? അതോ കുതിരയിലേക്കോ? എല്ലനെ കൈകൾ കെട്ടി വീടിനകത്തിരുത്തി ചുറ്റും ശേഷിക്കുന്നവർ കൂടി നിൽക്കുന്നു. കെല്ലി പുറത്തേക്ക് നോക്കി.
ഷാൻലീസും അവിടെയുണ്ട്, ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ. എനിക്കൊന്നും അറിയില്ല, എനിക്കത് എവിടെ പോയെന്നറിയില്ല. പക്ഷേ എൻ്റെ തലയിലില്ല. എനിക്കിപ്പോൾ ശബ്ദങ്ങളൊന്നും തലയ്ക്കുള്ളിൽ കേൾക്കുന്നില്ല. ചിലപ്പോൾ എൻ്റെ തലയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണോ എന്നും അറിയില്ല. എല്ലൻ്റെ വാക്കുകൾ കേട്ട് ഗ്രാൻഡ്മ എന്തിനാ ഇനിയും കൈകെട്ടി വെച്ചിരിക്കുന്നതെന്ന് മിറിൽ എതിർക്കുമ്പോൾ റൂബൻ, അത് എല്ലനിൽ തന്നെ ഉണ്ടാകാം. ഇത് കേട്ട് നമ്മളിൽ തന്നെ ആർക്കെങ്കിലും ഉള്ളിലും ചിലപ്പോൾ ഇതുണ്ടാവാമെന്ന് മാഗി പറഞ്ഞ് മിറിലിനെ കിച്ചണിലേക്ക് പറഞ്ഞു വിടുന്നു. കെല്ലി ഉടൻ ജെയിംസിനോട്, നീയും റൂബനും നേരത്തെ പുറത്തേക്ക് പോയ വഴിക്കെങ്ങാനും ഇതുപോലെ എന്തെങ്കിലും കണ്ണിൽ പെടുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ റൂബനിടയിൽ കയറി നമ്മൾ എല്ലാവരെ നോക്കാൻ പലരായി പിരിയരുതായിരുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നു. ജെയിംസ് നിർത്താൻ പറഞ്ഞിട്ട്, ആ സാധനം നമ്മൾക്കാർക്കും ഉള്ളിലുണ്ട്, അത് മാത്രം അറിയാം, വേറൊന്നും അറിയില്ല എന്ന സംസാരം കേട്ട്, അപ്പോൾ നൊവാറസിലോ എന്ന് മാഗി ചോദിക്കുന്നു. നൊവാറസിൽ ഒന്നുമില്ലെന്ന് ജെയിംസ് പറയുമ്പോൾ റൂബൻ ജെയിംസിനോട്, എന്താണിത് ജെയിംസ്? ആ ഏടാകൂടമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ കെണിയിൽപ്പെട്ട പോലെ ഒന്നിനും കഴിയാതെ നിൽക്കുന്നത്. ഹെയ്ലോഫ്റ്റിൽ കണ്ട ആ വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നശിപ്പിക്കാൻ കഴിയില്ലെന്ന് ജെയിംസ് പറയുന്നു. മാഗി നേരെ ചെന്ന് എല്ലൻ്റെ കയ്യിലെ കെട്ടുമുറിക്കുന്നത് കണ്ട് കെല്ലി എതിർക്കുമ്പോൾ, ഒന്നുകിൽ നമ്മളെല്ലാവരും കൈകെട്ടി നടക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം അങ്ങനെ വേണ്ടെന്ന് പറയുമ്പോൾ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലെന്ന് ട്രാവിസ് തന്നോട് പറഞ്ഞതായും കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരാരും പിരിഞ്ഞു പോകാതെ ഒറ്റക്കെട്ടായി തന്നെ ഇരിക്കുക എന്നും ജെയിംസ് നിർദ്ദേശിക്കുമ്പോൾ ആർലോയെ സുരക്ഷിതമായി മറ്റെല്ലാവരിൽ നിന്നും അകറ്റി നിർത്തണമെന്ന് മാഗി ആവശ്യം പറയുന്നു. അതെ, മിറിലും നിക്കോളസും മാത്രം ഒപ്പമുണ്ടായാൽ മതിയെന്ന് ജെയിംസും, ആർക്കും അവർക്കുള്ളിൽ അതുണ്ടെന്ന് സംശയമില്ലെങ്കിൽ. അസാസിൻ ഉള്ളിലുള്ളവർ സംശയാസ്പദമായി എന്തെങ്കിലും ചെയ്യുന്നതുവരെ ഇങ്ങനെ തന്നെ തുടരേണ്ടി വരുമെന്ന് ജെയിംസ് പറയുമ്പോൾ, അപകടകരമായ ഇങ്ങനൊരു അവസ്ഥയിൽ എങ്ങനെ ധൈര്യത്തോടെ ഇരിക്കുമെന്ന് വലേറിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ നിക്കോളാസും മിറിലും ആർലോയും താഴേക്ക് ഓടി വരുന്നു. എല്ലാവരും ശ്രദ്ധിക്കെന്ന് പറഞ്ഞു. ഉടൻ മാഗി ഉള്ളിലേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കാൻ പറയുന്നത് കേട്ട് മൂവരും നിന്നിട്ട്, നിക്കോളാസ് ബുക്കിൽ നിന്നും ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷേ അസാസിൻ ശരീരത്തുള്ളവരിൽ നിന്നും അതിനെ വേർപെടുത്താനുള്ള വഴി ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെ? നമ്മളവരെ മുക്കിക്കൊല്ലണം. അപ്പോൾ അതാണ് മുൻപ് അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന എന്ന പോലെ മഗ്നാവും ഓൾസനും നൊവോറോ വീട്ടിൽ കയറി സംഘട്ടനം നടത്തുമ്പോൾ ട്രാവിസ് ചെന്നൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തത്. അസാസിൻ വീട്ടിൽ തന്നെയുണ്ടെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എല്ലൻ തന്നെയാണോ? അവർ നടിക്കുന്നതാണോ? അതോ റൂബനോ? ഇനി മാഗി എങ്ങാനും? ആരായാലും കാത്തിരുന്നു കാണാം. നെക്സ്റ്റ് എപ്പിസോഡ് ഉടൻ.